നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിലേക്കുള്ള ദൈർഘ്യം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വരുന്ന ജൂൺ 21 കോപ്പ അമേരിക്ക നടക്കുക. ഇത്തവണ USA വെച്ചുകൊണ്ടാണ് ഈ ഒരു ടൂർണമെന്റ് നടക്കുന്നത്. 10 സൗത്ത് അമേരിക്കൻ ടീമുകൾക്ക് പുറമെ 6 നോർത്ത് അമേരിക്കൻ ടീമുകൾ കൂടി ഇപ്പോൾ ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പൊക്കെ നേരത്തെ അവസാനിച്ചതാണ്. ഇപ്പോൾ പ്ലേ ഓഫ് മത്സരങ്ങളും പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ട്. കാനഡ അതുപോലെ തന്നെ കോസ്റ്റാറിക്ക എന്നിവരാണ് ഏറ്റവും പുതുതായി കൊണ്ട് കോപ്പ അമേരിക്കയിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏതായാലും പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ goal.com ഇതുമായി ബന്ധപ്പെട്ട ഒരു പവർ റാങ്കിംഗ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കാണ് ഇപ്പോൾ കോപ്പ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത? അത് നമുക്കൊന്ന് പരിശോധിക്കാം. 16ാം സ്ഥാനത്ത് അഥവാ ഏറ്റവും അവസാന സ്ഥാനത്ത് വരുന്നത് ബൊളീവിയയാണ്. അതായത് ഒരു സാധ്യതയും ഇവർക്ക് കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ സാധ്യത മാത്രമാണ് ബൊളീവിയക്കുള്ളത് എന്നാണ് goal.com പറയുന്നത്. അതുപോലെ തന്നെ 15ാം സ്ഥാനത്ത് കെയ്ലർ നവാസിന്റെ കോസ്റ്റാറിക്കയാണ് വരുന്നത്. പ്ലേ ഓഫിലൂടെ യോഗ്യത കരസ്ഥമാക്കിയവരാണ്. 14ാം സ്ഥാനത്ത് പനാമ വരുന്നു. അതുപോലെ തന്നെ 13ാം സ്ഥാനത്ത് വരുന്നത് കാനഡയാണ്. അൽഫോൺസോ ഡേവിസിന്റെ ടീം ഇപ്പോൾ പ്ലേ ഓഫ് മത്സരങ്ങൾ കളിച്ചുകൊണ്ടാണ് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. 12ാം സ്ഥാനത്ത് പരാഗ്വേ വരുന്നു. ഇനി 11ാം സ്ഥാനത്താണ് ജമൈക്കയുടെ ഇപ്പോഴത്തെ സ്ഥാനം. 10ാം സ്ഥാനത്ത് വരുന്നത് പെറു ആണ്. അതുപോലെ തന്നെ 9ാം സ്ഥാനത്ത് വെനസ്വേല വരുന്നു. 8ാം സ്ഥാനത്ത് വരുന്നത് മെക്സിക്കോയാണ്. അതുപോലെ തന്നെ 7ാം സ്ഥാനത്ത് ചിലി വരുന്നു. 6ാം സ്ഥാനത്ത് വരുന്നത് ഇപ്പോൾ ഇക്വഡോർ ആണ്. അതുപോലെ തന്നെ 5ാം സ്ഥാനത്താണ് കൊളംബിയ വരുന്നത്. മികച്ച പ്രകടനം കൊളംബിയ സമീപകാലത്ത് നടത്തുന്നുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ 4ാം സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു സാധ്യത ഇപ്പോൾ അമേരിക്കക്ക് കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. 3ാം സ്ഥാനത്ത് ഉറുഗ്വേ വരുന്നു. നമുക്കറിയാം, ഇതിനു മുൻപ് അപ്ഡേറ്റ് ചെയ്ത പവർ റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ബ്രസീലും 2ാം സ്ഥാനത്ത് ഉറുഗ്വേയുമായിരുന്നു. പക്ഷെ ഉറുഗ്വേക്ക് ഇപ്പോൾ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അവർ 3ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്താണ് ഇപ്പോൾ ബ്രസീൽ വരുന്നത്. ബ്രസീൽ ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ മികച്ച പ്രകടനം നടത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി സ്പെയിനിനെ സമനിലയിൽ തളച്ചു. നിലവിലെ സാഹചര്യത്തിൽ സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കിരീട സാധ്യത ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. 2ാം സ്ഥാനത്താണ് അവരുള്ളത്. 1ാം സ്ഥാനത്ത് മറ്റാരുമല്ല, അർജന്റീനയാണ്. ലയണൽ മെസ്സിയുടെ അഭാവത്തിൽ പോലും തകർപ്പൻ പ്രകടനമാണ് അർജന്റീന ഇപ്പോൾ പുറത്തെടുക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരാണ് അർജന്റീന. അവർ തന്നെ കിരീടം നിലനിർത്തും എന്നാണ് goal.com ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.